സഹകരിച്ചു പോകുന്ന അവരാണ് നമ്മുടെ രക്ഷകർ ശരിക്കും ഇത് ഭഗവതിന്ന് എടുത്താണ്, എറണാകുളം വൈറ്റിലെ ഭഗവതിന്ന് എടുത്താണ്. അവരൊന്നും തന്നെ 3 മാസം മുമ്പ് എനിക്ക് 1 കോടി ഇവിടെ അടിച്ചതാണ്. 1 കോടി അടിച്ചത്. ഇവിടെ ഹോൾസെയിൽ കച്ചവടം ഉണ്ടോ അതോ ഹോൾസെയിൽ ഉണ്ട്, നിസ്സാരമായിട്ട് ഹോൾസെയിൽ. ഇവിടെ ഉള്ള കച്ചവടക്കാരാണോ എടുക്കാറ്? ഇപ്രാവശ്യം 1000-ന് മേലെ ടിക്കറ്റ് വിറ്റ് ഇവിടെ 1000-ന് മേലെ. ഹോൾസെയിൽ കച്ചവടക്കാര് 2.5 മാസത്തോളായി ഇതുവരെയും പിടിയില്ല. ആർക്കാണേലും നെട്ടൂരുകാരാകണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇവിടെ എടുക്കുന്ന ഹോൾസെയിൽ കച്ചവടക്കാരൊക്കെ എവിടെ ഉള്ളവരാ? ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണ്, എല്ലാവരും ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണ്. കൂടുതൽ സന്തോഷം 100%. കാരണം ഞാൻ 18 വയസ്സിൽ ഇവിടെ പണിക്ക് വന്നതാണ്, ഇവിടെ കടയിട്ട് പോണതാണ്. ഈ 30 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അപ്പൊ ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ്. അത്രയും കൂടുതൽ സന്തോഷം 100%. എത്രയായാലും അവർക്ക് കിട്ടിയാൽ നമുക്ക് സന്തോഷമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇല്ല 1 കോടി അടിച്ചത് 3 മാസം മുമ്പ് 1 കോടി അടിച്ചതാണ് ഇവിടെ 3 മാസം മുമ്പ്. ഇതും ഈ നെട്ടൂരുകാർക്ക് അങ്ങനെ 1 കോടി അടിച്ചത് ആരാണെന്ന് ഇതുവരെ നമുക്കറിയില്ല. എന്നാലും ഇത് നെട്ടൂരുകാർക്കായിരിക്കും ഉറപ്പാണ്. അങ്ങനെ ഇവിടെ റീറ്റെയിൽ കൊടുക്കുക, ഇവിടെ വിൽക്കണ റോട്ടിൽ വിൽക്കണ ചെറിയ ആൾക്കാർക്ക് മാത്രം 10 വെച്ച് 10 വെച്ച് കൊടുക്കണം. ഇല്ല, ഒരിക്കലും പോകില്ല. ഇത് ഇവിടെ തന്നെ ഈ ഭാഗത്ത് വിറ്റവർക്കായിരിക്കും അങ്ങനെ വരുവുള്ളൂ, ഉറപ്പായിട്ടും അങ്ങനെ വരും. ചേട്ടന്റെ കയ്യിൽ നിന്ന് 1 കോടി അടിച്ച ഭാഗ്യശാലി ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കണ്ടെത്തായിട്ട് ഒരാളെ നമ്മൾ പറഞ്ഞ് ബലിയാടാക്കിയത് ഈ നിൽക്കുന്ന മനുഷ്യനാണ്. 1 കോടി അടിച്ചെന്നും ഈ പാവത്തിനാണ് 1 കോടി അടിച്ചെന്ന് പറഞ്ഞു വരുത്തിയത്. ബലിയാടാക്കിയ ആളാണ് ഞാൻ. ശരിക്കും 1 കോടി അടിച്ചായിരുന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടായിരുന്നല്ലോ. ഈ നാട് മുഴുവൻ പുള്ളിക്കടിച്ചെന്നും പറയുന്നത് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കണ്ടാവും, നമ്മൾ നോക്കി ചിരിക്കണ്ടാവും. ഇപ്പൊ നമുക്ക് അതിൽ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ. അവർക്ക് കിട്ടിയ അവരുടെ ഭാഗ്യം, അവര് വഴി നമുക്കൊരു ഭാഗ്യം വന്നു, അത്രേ ഉള്ളൂ. എങ്ങനെയാന്നല്ല, എന്റെ അറിവ് ശരിയാണെങ്കിൽ 2.5 കോടി രൂപ കിട്ടുമെന്നാണ് എനിക്ക് പറഞ്ഞത്. 10% ആണ്, 2.5 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞു. എത്ര കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്, അത്രേ ഉള്ളൂ. അവർക്കാകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിൽ നിങ്ങളെ ജസ്റ്റ് ഇതിലെ കൂടി പാസ് ചെയ്യുമ്പോൾ കണ്ടാൽ മതി. അവരായിരിക്കും നമ്മുടെ കടയിൽ കൂടുതൽ കസ്റ്റമർ. അത്ര മലയാളികളാണ്, ഹിന്ദിക്കാർ വളരെ റയറായിട്ടേ ഉള്ളു. ഇവിടെ 30 കൊല്ലം ഞാനിവിടെ ഉള്ളത്. നമ്മുടെ തക്കരെ ഇതാണ് നമ്മുടെ മുതലാളി. ഇവിടെ 30 കൊല്ലമായിട്ട് നമ്മുടെ തലങ്ങും വിലങ്ങുള്ള ആളാണ്. ഇവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ നിൽക്കണത് തന്നെ, ഇവിടെ നിൽക്കണത് തന്നെ. ഇതിപ്പോ 1 കോടി അടിച്ചപ്പോ ഒന്ന് വലുതാക്കിയതാണ് ഈ തട്ട്. നമുക്ക് ഇരിക്കണ ഇരിപ്പിൽ പോയാൽ മതി. ഇപ്പൊ തന്നെ 2.5 കോടി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യമാണ്. 2.5 കോടി കിട്ടിയാൽ ഞാൻ ഒരു രാജാവിനെ പോലെ ഇപ്പൊ എനിക്ക് കണ്ണുനേരെ തിരഞ്ഞു പോകണം. പിന്നെയാണ് ഇനി 2.5 കോടി. അതിൽ കൂടുതൽ ഈ 25 കോടി എനിക്ക് അടിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഭ്രാന്തായി പോകും. ഇത് നമ്മുടെ മെയിൻ ആളാണ്. ഇവരുടെ കടയിൽ വന്നിട്ടാണ് നമ്മുടെ ഐശ്വര്യം. വേറെ എവിടെയാണെങ്കിലും ഞാൻ തിക്കി പുറത്തു പോയി പോകും. ഇയാളുടെയാണ് ഈ ബിൽഡിംഗ്.